പറയുന്ന ആൾ വിളിച്ചിട്ടാണ് ഇവിടെ വന്നത്. അദ്ദേഹം ഇവിടെ വരുന്നത്. എന്നിട്ട് നമ്മൾ കണ്ടവൻ്റെ കൂടെ പോകുന്നതും രാത്രി കണ്ടവൻ്റെ കൂടെ ഒക്കെ ഇറങ്ങുന്നതും കണ്ട തെമ്മാടിക്കഥ ഉണ്ടാക്കും ഇവന്മാരുടെ ജോലി. ഇവന്മാരെ എന്തോ സുകുമാരി ചെയ്യേണ്ടത്? മാനനഷ്ടത്തിന് കേസ് കൊടുക്കണം കുമാരി. ഇവന്റെ ഈ പ്രീതായസ് പണിക്കൂറായിട്ടുള്ള കണക്ഷൻ ഇതിനെല്ലാം വിറ്റുപെറുക്കി ഇവളുടെ പേരിലാക്കുക. ഈ ഏതാണ്ടെല്ലാം കള്ളത്തരങ്ങളുണ്ട്. ഇങ്ങനെ ഈ വസ്തുവൊക്കെ ഇൻഷുർ ചെയ്ത് അത് പല പല രീതികളുണ്ട്. ഇവൻ അങ്ങനെയൊക്കെ ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയെന്നൊക്കെ വരുത്തിയേച്ച് ഇവൻ വല്ലാതെ കാശൊക്കെ കിട്ടും. അതുകൊണ്ട് അവളുടെ കൂടെ ഇതെല്ലാം വിറ്റുപെറുക്കി പോകാനും എൻ്റെ കൊച്ചിനെ വകവരുത്താനും ഒക്കെ ഉള്ള ഉദ്ദേശമാണ് ഇവൻ അതുപോലെ എൻ്റെ ഡിവോഴ്സ് കഴിഞ്ഞപ്പോൾ ഇവൻ പറയുവാണേ ഉള്ള പോലെ പഠിപ്പിക്കും കൊച്ചിനെ, ഉള്ള പോലെ പഠിപ്പിക്കും, ഉള്ള പോലെ കെട്ടിക്കുമെന്നൊരു എഗ്രിമെൻ്റ് ഇവൻ ഉണ്ടാക്കിക്കൊണ്ട് വന്നു. എഗ്രിമെൻറ്റിനകത്ത് ഇവൻ പറഞ്ഞു അന്നൊന്നും നമുക്കൊന്നും അറിയത്തില്ല ഈ കള്ളനെക്കുറിച്ച്, ഈ കള്ളനെക്കുറിച്ച് അന്ന് നമുക്കൊന്നും അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു അങ്ങനെ പറ്റത്തില്ല, ഉള്ള പോലൊന്നും അല്ല പഠിപ്പിക്കേണ്ടത്, ഞാൻ പറയുന്ന പോലെ പഠിപ്പിക്കാൻ നോക്കണം. ഇവന് വേറെ വല്ല പിള്ളേരും ഉണ്ടോ ഈ ഉള്ള പോലെ ഇവനെ പഠിപ്പിക്കാൻ? 100 പിള്ളേരോടെ ഉണ്ടോ കുമാരി? ഇവൻ വലിയ വക്കീലാന്നല്ലേ പറയുന്നത്? ഒന്നുമല്ല. ഇവൻ വിചാരിച്ച് എന്നെ ഇവൻ പിന്നെ ഒരിക്കൽ പറഞ്ഞ 3 പിള്ളേരെന്ന് ആരാണ്ട് കൈ നോക്കി പറഞ്ഞ് 3 ഞാൻ പറഞ്ഞു ഒരിക്കലും അത് ഉണ്ടാവത്തില്ല 3 പിള്ളേർ. എനിക്ക് 3 പിള്ളേരോട് ഒരു ആഗ്രഹവും ഇല്ല. പിന്നെ അങ്ങനെ നമുക്കറിയാമല്ലോ നമുക്ക്. അപ്പം ഞാൻ പറഞ്ഞു ഒരിക്കലും 3. അപ്പം ഇവൻ എന്തൊക്കെയോ ഉദ്ദേശം വെച്ചിട്ട് ഈ 3 പിള്ളേരെന്ന് പറഞ്ഞു. ഇവൻ വിചാരിച്ച് 1 എൻ്റെതും ഉണ്ടാക്കിയില്ല, അവളെ പിന്നെ കെട്ടി 2 അവക്കും ഉണ്ടാക്കി കൊടുക്കാമെന്ന് ഇവൻ വിചാരിച്ചത്. മനസ്സിലായോ? ഹലോ എന്തുവാ ഇച്ചിരി ഉറക്കെ പറയണം എന്നാലേ ശരിക്ക് കേൾക്കത്തുള്ളൂ. അതാ ഇവൻ്റെ ഉദ്ദേശങ്ങൾ. ഇവൻ എന്നെ പല രീതിയിൽ എന്നെ ഉപദ്രവിച്ചു. ഇവനും എൻ്റെ അമ്മച്ചി എന്ന് പറയുന്നത് ഇവൻ സുനിത എന്ന് പറയുന്ന ഇവൻ്റെ ചേട്ടത്തിയുടെ മരുമോളുണ്ടല്ലോ, അവളോട് പറഞ്ഞത് എന്താ വെള്ളത്തിനകത്ത് ജ്യൂസിനകത്ത് കലക്കി മയങ്ങുന്ന എന്തുവാ സാധനം എനിക്ക് കൊടുക്കാവോ എന്ന് ഈ കള്ളൻ ചോദിച്ചത്. അത് നിങ്ങൾക്കറിയാവോ? അന്ന് സുനിത എന്ന് പറയുന്ന കൊച്ചുമോനണ്ണൻ എന്ന് പറയുന്നവൻ്റെ പെണ്ണുപിള്ള ഉണ്ടല്ലോ, അവള് പറഞ്ഞ് ഇവിടെ ഒന്നും വെച്ച് കൊടുക്കാൻ പറ്റത്തില്ല, എൻ്റെ മുറ്റത്ത് വെച്ച് തൊട്ട് ഞാൻ കൊടുപ്പിക്കത്തുമില്ലെന്ന്. ഇവരൊക്കെ തന്നെ ഇതന്നെ എന്നോട് പറഞ്ഞത്. ഇവൻ അവരുടെ മക്കൾ എന്ത് ചെയ്യുക? എവിടെ? എവിടാ? മൂത്ത പെണ്ണിനോ? പ്രസേനണ്ണനോ? മൂത്ത മോളെന്ന് പറഞ്ഞാൽ അവള് UK പോയോ? ആളുകളെ മാനമര്യാദയ്ക്ക് ജീവിക്കണം ആളുകൾ. ഇവനങ്ങ് ഒത്തിരി പ്രീതായസ് പണിക്കറോ എല്ലാം കൂടി കട്ടുമുടിച്ച് ജീവിക്കത്തേ ഉള്ളൂ. ഇതുപോലെ കള്ളനെക്കൂട്ട്. ഈ കള്ളനില്ലയോ, കള്ളനെക്കൂട്ട് ഈ കള്ളന്മാർക്ക് കള്ള ജീവിതമേ വരത്തുള്ളൂ. അല്ലാതെ നല്ല രീതിയിൽ